സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു വീടിനെ കുറിച്ചല്ല, ഒരു ജനതയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ചിരിപ്പിച്ചും രസിപ്പിച്ചും നമ്മളിലൊരാളായി മാറിയ കൊല്ലം സുധിയുടെ വിയോഗം നമ്മെ ഏവരെയും തളർത്തിയതാണ്. അദ്ദേഹത്തിന്റെ കുടുംബം തെരുവിലാകരുത് എന്ന് ആഗ്രഹിച്ച ഒരുപാട് നല്ല മനുഷ്യർ ഒത്തുചേർന്ന് അവർക്കൊരു വീട് നൽകി. എന്നാൽ ഇന്ന് കേൾക്കുന്നത് അത്ര ശുഭകരമായ വാർത്തകളല്ല. നൽകിയ ഭൂമി തിരിച്ചു ചോദിച്ചുകൊണ്ട് ബിഷപ്പ് നോബൽ ഫിലിപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്തിന്? കൊടുത്ത് തിരിച്ചു വാങ്ങാൻ ഇത് കച്ചവടമാണോ അതോ ദാനമാണോ? പലർക്കും സംശയമുണ്ട്, സ്ഥലം തിരിച്ചു പോയാൽ ആ വീട് ആരുടേതാകുമെന്ന്. നിയമപരമായി പറഞ്ഞാൽ എസൻഷ്യൽ എന്നൊരു തത്വമുണ്ട്. സാധാരണഗതിയിൽ ഒരു ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടം ആ ഭൂമിയുടെ ഉടമസ്ഥതയായി കണക്കാക്കപ്പെടും. എന്നാൽ ഇവിടെ സാഹചര്യം വളരെ വ്യത്യസ്തവുമാണ്. സ്ഥലം ദാനമായി കിട്ടിയതാണ്, അതിൽ വീട് പണിത് മറ്റൊരാളാണ്. ഫിറോസ് കുന്നുംപറമ്പിൽ. ഒരിക്കലൊരാൾക്ക് പ്രതിഫലം വാങ്ങാതെ നൽകി ദാനപത്രം പിന്നീട് റദ്ദാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് കൃത്യമായ നിയമപരമായ കാരണങ്ങളും വേണം. വീടിന്റെ ഉടമസ്ഥാവകാശം സ്ഥലം ദാനമായി നൽകിയത് ബിഷപ്പാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി വീട് പണിതത് പൊതുജനങ്ങളുടെ പണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ന്യായമായിട്ട് നമുക്ക് സമ്മതിക്കുവാനും സാധ്യമല്ല. അന്യായമായി സ്വത്ത് സമ്പാദിക്കൽ എന്ന നിയമം ബിഷപ്പിനെതിരെ വരും. സ്ഥലം തിരിച്ചു പിടിച്ചാൽ ആ വീടിന്റെ നിർമ്മാണ ചെലവ് നൽകുവാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാകും. ഫിറോസ് കുന്നുംപറമ്പിൽ പറഞ്ഞതാണ് ശരി എന്ന് ഭൂരിഭാഗം ആളും വിശ്വസിക്കുന്നു. നൽകിയ വാക്ക് പാലിക്കപ്പെടണം. ഒരു തണലില്ലാത്ത കുട്ടികൾക്ക് വീട് നൽകുമ്പോൾ അത് നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുക്കി അവരെ വീണ്ടും ഭയപ്പെടുത്തുന്നത് എന്തു തരം നീതിയാണ്? ബിഷപ്പ് സ്ഥലം നൽകിയപ്പോൾ അത് വലിയ വാർത്തയായി, പ്രശംസകൾ കിട്ടി. ഇപ്പോൾ ആ പ്രശംസകൾ മാഞ്ഞു തുടങ്ങിയപ്പോൾ അത് തിരിച്ചു ചോദിക്കുന്നത് മനുഷ്യത്വമില്ലായ്മയാണ്. ഫിറോസിക്ക ഇതിൽ ഇടപെടുന്നത് ആ കുടുംബത്തിന് വേണ്ടിയാണ്, അല്ലാതെ വ്യക്തിപരമായ നേട്ടത്തിനല്ല. കോടതി നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? നിയമപുസ്തകത്തിലുണ്ട്, നീതി പാവപ്പെട്ടവന്റെ കണ്ണീരിലാണ്. ആ കൊച്ചുകുട്ടികളുടെ മുഖം കണ്ടിട്ടുണ്ടോ? അവർക്ക് ആ വീട് ഒരു സ്വപ്നമായിരുന്നു. ദാനം നൽകിയവരുടെ നിയമപരമായ ഈഗോയേക്കാൾ വലുതാണ് ആ കുട്ടികളുടെ ജീവിക്കുവാനുള്ള അവകാശം. നമ്മൾ നിൽക്കേണ്ടത് ആ വീടിനെ ആശ്രയിച്ച് കഴിയുന്ന നിസ്സഹായരായ ആ കുടുംബത്തോടൊപ്പമാണ്. കാരണം ദൈവത്തിന്റെ കോടതിയിൽ നിയമത്തെക്കാൾ വില മനുഷ്യത്വത്തിനാണ്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുവാനും നിയമം കൊണ്ട് തളർത്തുവാനും എളുപ്പമാണ്. പക്ഷേ ഒരാൾക്ക് നൽകിയ തണൽ പിടിച്ചു വാങ്ങുന്നത് വലിയ പാപമാണ്. ബിഷപ്പ് നോബൽ ഫിലിപ്പ് തന്റെ തീരുമാനം പുനഃപരിശോധിക്കുമെന്നും ആ കുടുംബത്തെ സമാധാനപരമായി ജീവിക്കുവാൻ അനുവദിക്കണമെന്നും നമുക്ക് പ്രത്യാശിക്കാം.